ഞാൻ ഉംറയ്ക്ക് പോകുന്നവരെ മക്ക എന്നാൽ മണലാരണ്യമാണെന്നാണ് കരുതിയിരുന്നത്. എൻ്റെ മുതലമൂലയിലെ മീസാൻ കല്ലുകൾ എന്ന നോവലിൽ 930കളിൽ ഹജ്ജിന് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അതിലും ഞാൻ അങ്ങനെയാണ് വിവരിക്കുന്നത്. എന്നാൽ ശരിക്കും കണ്ടപ്പോൾ അങ്ങനെയല്ല. മക്ക മണലാരണ്യമല്ല, മലയാരണ്യമാണെന്ന് പറയാനാവും. മലകളാൽ ചുറ്റപ്പെട്ടതാണ് മക്ക. ഇന്ന് ഹജ്ജിനെത്താൻ വിമാനമുണ്ട്. അവിടെ എത്തിയാൽ മിനായിലേക്ക് പോകാൻ ട്രെയിൻ സർവീസും ഉണ്ട്. ബസ്സും കാറും എല്ലാം ഉണ്ട്. പക്ഷേ പണ്ടിതൊന്നുമില്ല. അക്കാലത്ത് അവർ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഹജ്ജ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഏറെ ആദരവോടും അത്ഭുതത്തോടും കൂടിയാണ് വിലയിരുത്തിയത്. കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ഈ മലകളൊക്കെ താണ്ടി വേണം മക്കയിലെത്താൻ. അതേപോലെയുള്ള ഒരു ഹജ്ജ് യാത്ര ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അത്രമാത്രം ത്യാഗം സഹിച്ചാണ് എൻ്റെ ഉപ്പയടക്കമുള്ളവർ പണ്ട് ഹജ്ജിന് പോയിട്ടുള്ളത്. ആ ഹജ്ജ് യാത്ര അതേപോലെ ഒന്ന് ഇന്നുണ്ടായാലോ? ചിന്തിക്കാനാവുന്നില്ല അല്ലേ? എന്നാൽ കാണിച്ചു തരാം ആ അത്ഭുതകരമായ ഹജ്ജ് യാത്ര. പണ്ട് 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 ആൻഡലൂഷ്യ എന്നൊരു ഭൂവിഭാഗവും അവിടെ വാൻഡൻ എന്നൊരു ജനതയും ഉണ്ടായിരുന്നു. അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. യൂറോപ്പിൽ ഐബീരിയ ഉപദ്വീപിൽ മധ്യകാലഘട്ടങ്ങളിൽ നിലവിലിരുന്ന മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഭൂവിഭാഗത്തിന്റെ പൊതുവായ പേരാണ് ആൻഡലൂഷ്യ. 7ാം നൂറ്റാണ്ടിലെ ഉമവി ഖിലാഫത്തിന്റെ അഥവാ മുസ്ലിം ഖലീഫയായിരുന്ന ഉമയ്യത്തിന്റെ ജനത അവർ പിന്നീട് പല ത്വായിഫുകളായി ഭിന്നിക്കുകയും അങ്ങനെ ഇല്ലാതാവുകയും ചെയ്തു. അക്കാലത്ത് അവിടെ നിന്നും ഏതാണ്ട് 8000 കിലോമീറ്റർ യാത്ര ചെയ്ത് അവർ മക്കയിലെത്തി ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇന്നത്തെ പോലെ വിമാനത്തിലല്ല, കുതിരപ്പുറത്തായിരുന്നു ആ യാത്ര. പല രാജ്യങ്ങളും മലകളും മരുഭൂമികളും താണ്ടിയുള്ള യാത്ര. തിരിച്ചു വന്നാൽ വന്നു, ഇല്ലെങ്കിലില്ല എന്നുറപ്പിച്ചുള്ള യാത്ര. അതായിരുന്നു ഹജ്ജിന്റെ പവിത്രതയും ത്യാഗവും സമർപ്പണവും. ഇന്ന് ആ ആൻഡലൂഷ്യയില്ല, ആ ജനതയുമില്ല. അതിന്ന് ഒരു ഇസ്ലാമിക രാജ്യവുമല്ല. പണ്ട് 100% മുസ്ലിങ്ങളുള്ള ആ രാജ്യത്ത് നിന്ന് മുസ്ലിം ജനസംഖ്യ 5.3% മാത്രമാണ്. ഇന്നത് സ്പെയിൻ എന്നറിയപ്പെടുന്നു. പക്ഷെ ആ ഓർമ്മകളെ ഇറക്കി 3 സ്പാനിഷ് തീർത്ഥാടകർ മക്കയിലേക്ക് ഇത്തവണ ഹജ്ജിനായി പുറപ്പെട്ടു. വിമാനത്തിലല്ല, പണ്ടത്തെ അതേപോലെ തന്നെ കുതിരപ്പുറത്ത്. പണ്ട് ആൻഡലൂഷ്യക്കാർ ഉപയോഗിച്ചിരുന്ന അതേ അറേബ്യൻ കുതിരപ്പുറത്ത്. 500 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മുൻഗാമികൾ സഞ്ചരിച്ച അതേ പാതയിൽ. ഇവർ സ്പെയിനിൽ നിന്നുള്ള ഡോക്ടർ അബ്ദുള്ള ഫെർണാണ്ടസ്, അബ്ദുൽ ഖാദർ ഹക്കാസി, താരിഖ് റോഡ്രിഗസ് യാത്രയ്ക്കായി 8 അറേബ്യൻ കുതിരകളെയാണ് അവർ തെരഞ്ഞെടുത്തത്. പിന്നെ അവയ്ക്ക് ദീർഘയാത്രയ്ക്കുള്ള നിരന്തരമായ പരിശീലനമായിരുന്നു. ചരിത്രം പുനർനിർമ്മിക്കുന്ന ഈ യാത്രയിൽ പഴയ ആൻഡലൂഷ്യക്കാരുടെ ജീവിതാനുഭവം കഴിയുന്നത്ര അനുകരിക്കാൻ കൂടി അവർ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ വസ്ത്രധാരണ രീതിയെല്ലാം അനുകരിച്ചായിരുന്നു ആ യാത്ര. സാഹസികമായ യാത്ര തുടങ്ങിയത് 2024 ഒക്ടോബർ മാസത്തിൽ. ലക്ഷ്യം 8000 കിലോമീറ്റർ അകലെയുള്ള മക്ക. 6 മാസത്തെ യാത്ര. ഇറ്റലി, സ്ലോവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസഗോവിന, മോണ്ടിനെഗ്രോ, കൊസോവോ, നോർത്ത് മാസിഡോണിയ, ബൾഗേറിയ, ഗ്രീസ്, തുർക്കി എന്നിവിടങ്ങളിലൂടെയുള്ള യാത്ര. വിവിധ രാജ്യങ്ങൾ, വിവിധ സാഹചര്യങ്ങൾ, വിവിധ കാലാവസ്ഥകൾ, അധികവും ദുർഘടമായ പാതകൾ. തുർക്കിയിലെത്തിയപ്പോൾ അവർക്ക് പഴയ ഓട്ടോമൻ കാലഘട്ടം ഓർമ്മ വന്നു. അങ്ങനെ പണ്ട് ഹജ്ജിനായി പോകുന്ന തങ്ങളുടെ പൂർവികർ തങ്ങിയിരുന്ന സരജേവോയിലെ ഹാജി പള്ളിയിലും അവരെത്തി. പറഞ്ഞറിയിക്കാനാവാത്തൊരു അനുഭൂതിയായിരുന്നു അതെന്നാണ് സംഘത്തിലെ ഡോക്ടർ അബ്ദുള്ള ഫെർണാണ്ടസ് പറയുന്നത്. ഒരു മൊറോക്കോ സ്വദേശിയും ഇതിനിടയിൽ അവർക്കൊപ്പം കൂടി. തുർക്കിയിൽ നിന്നും നേരെ സൗദി അറേബ്യയിലേക്ക്. വിശാലമായ മരുഭൂമിയിലൂടെയുള്ള സുദീർഘമായ യാത്ര. അനുകൂലമായ കാലാവസ്ഥ. വലിയ പ്രയാസങ്ങളില്ലാതെ അവർ സൗദി അതിർത്തിയിലെത്തി. അൽ ഖുറയത്തിലെ അൽ ഹദീദ അതിർത്തി കടന്നാണ് സംഘം രാജ്യത്തേക്ക് പ്രവേശിച്ചത്. സൗദി അതിർത്തിയിലെത്തിയപ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ കാലുകുത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ 6 മാസത്തെ സുദീർഘമായ യാത്രയുടെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും മറന്നിരുന്നു. സൗദിയുടെ കാറ്റ്,
അവർക്ക് പുതിയൊരു ഊർജം നൽകി. ആത്മീയതയുടെ ദിവ്യമായ നവോന്മേഷം. ഈ പുണ്യഭൂമിയിലെത്തുന്ന ആർക്കും അതനുഭവപ്പെടും. ഇവിടെ സൗദി ഉദ്യോഗസ്ഥർ വളരെ ഊഷ്മളമായി അവരെ സ്വീകരിച്ചു. സൗദിയിലെ ജനങ്ങളുടെ ഉദാരമനസ്കതയും ആതിഥ്യമര്യാദയും വ്യക്തമാക്കുന്ന സ്വീകരണം. അവരിൽ ചിലർ മക്കയിലേക്ക് അവരെ അനുഗമിച്ചു. ഇപ്പോൾ അവർ മക്കയിലെത്തിയിരിക്കുന്നു. അവർക്കിനി ഹജ്ജിന്റെ പുണ്യദിനങ്ങൾ. വിശ്വാസദാർഢ്യമുള്ളവന്, അതിനൊത്ത് നിശ്ചയദാർഢ്യമുള്ളവന് ഹജ്ജിന് പ്രായമോ ദൂരമോ ദുരിതമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നതിൻ്റെ പ്രത്യക്ഷമായൊരു നിദർശനം കൂടിയായി ഈ യാത്ര. അങ്ങനെ അവരുടെ ഹജ്ജ് ചരിത്രത്തിലേക്കുള്ളൊരു തിരിച്ചു നടത്തമായി. കാലം എന്നും ഓർത്തുവെക്കുന്നൊരു യാത്ര.